ഹലോ മൈ വേർഡ് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഷോപ്പ് പരിചയപ്പെടുത്താൻ വന്നതാണ് കേട്ടോ. അടിപൊളി പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഷോപ്പാണ് കേട്ടത്. അപ്പം നമുക്ക് ഷോപ്പ് ആദ്യം കാണാം, എന്നിട്ട് വഴി നമുക്ക് ഡീറ്റെയിൽ ഒക്കെ പറയാം കേട്ടോ. അപ്പം നമ്മൾ കയറി ചെല്ലണ ഭാഗത്ത് തന്നെ ആദ്യം കാണുന്നത് കുറേ അക്വേറിയങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ കടയിൽ അക്വേറിയം മാത്രമല്ല കേട്ടോ, ഒരുപാട് പെറ്റ്സും അതുപോലെ ഒത്തിരി ചെടികളൊക്കെ ഉള്ളൊരു കടയാണ്. ഇത് 2 ഫ്ലോറായിട്ടാണ് ഉള്ളത് കേട്ടോ. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നതാണ് അക്വേറിയം, പിന്നെ അതുപോലെ പെറ്റ്സ്, പിന്നെ അക്വേറിയത്തിലെ ഫിഷുകൾക്ക് ആവശ്യമായിട്ടുള്ള ആക്സസറീസ്, ബേർഡ്സിനും പെറ്റ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള ആക്സസറീസൊക്കെ ആയിട്ടാട്ടോ താഴ്ഭാഗം വരുന്നത്. ഇവിടെ ഒത്തിരി വെറൈറ്റി ഫിഷുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ അവർ. അതുപോലെ ഒരുപാട് കളക്ഷനിലുള്ള അക്വേറിയം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിൽ ആ മോഡലിൽ ചെയ്ത് അവർ തരും. പിന്നെ ഒത്തിരി അവിടെ കളക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതായി കാണുന്നതൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് പറഞ്ഞാൽ അവർ അതുപോലെ ചെയ്ത് തരും. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ നമുക്ക് അക്വേറിയം മൊത്തത്തിൽ അവർ ചെയ്തു തരുന്ന രീതിയിലുള്ള സംഭവമുണ്ട്. പിന്നെ നമുക്ക് ഓരോ ഫിഷുകൾ, ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഫിഷുകൾ മേടിക്കാം. അതുപോലെ നമുക്ക് അക്വേറിയത്തിൽ വെക്കുന്ന ഐറ്റംസ് ഇല്ലേ, അതൊക്കെ നമുക്ക് ഓരോന്ന് അങ്ങനെയൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റില്ല. ഇങ്ങനെ സെറ്റ് ചെയ്ത് മാത്രമല്ലാണ്ട് നമുക്ക് നമ്മുടെ അക്വേറിയത്തിൽ, നമ്മുടെ വീട്ടിൽ ഒരു അക്വേറിയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പറ്റിയിട്ടുള്ള ഐറ്റംസൊക്കെ അങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് മേടിക്കാം കേട്ടോ. ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ദമാമിലെ ദാർഷിയ ഹോസ്പിറ്റലിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ. ഇതിൽ നമ്മൾ കയറുമ്പോൾ എൻട്രൻസ് ഫീ ഒന്നുമില്ല. ഇവിടെ ഒരു പെറ്റ്സിൻ്റെ ഒരു ചെറിയൊരു കൂടുണ്ട്, നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ മാത്രം നമുക്ക് കയറി നമുക്ക് പെറ്റ്സിനൊക്കെ കളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കയറണമെങ്കിൽ 10 റിയാൽ കൊടുക്കണം ഒരാൾക്ക്. അത് അവിടെ തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അല്ലാതെ നമുക്കിത് കയറി കാണാൻ പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കണ്ട കേട്ടോ. നമ്മളിപ്പോൾ അതുപോലെ സാധനങ്ങൾ മേടിക്കാനോ ഇപ്പം ഇതിലുള്ള കാര്യങ്ങൾ മേടിക്കാനായിട്ട് കയറണം അങ്ങനെയൊന്നുമില്ല. നമുക്കിത് കാണാൻ വേണ്ടിയിട്ടും പോവാം കേട്ടോ. അതിനൊത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഈ കാണുന്നതൊക്കെ ബേഡ്സിൻ്റെ ഒക്കെ കൂടുകളാണ്. അങ്ങനെ ബേഡ്സിൻ്റെ ഐറ്റംസും ഫിഷിൻ്റെ ഐറ്റംസും അവർക്ക് ഈ കാണുന്നത് വലിയൊരു അക്വേറിയാണ് കേട്ടോ. ഇതൊക്കെ അവിടെ നമുക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ ബേഡ്സിൻ്റെ പെറ്റ്സിൻ്റെ ഒക്കെ ഫുഡ് ഐറ്റംസ് അതൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്ന തത്തക്ക് നമ്മുടെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് അവിടുത്തെ 18,000 റിയാൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ അവിടെ തന്നെ നല്ല പാമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ മഞ്ഞ കളറിലുള്ള വലിയ പെരുമ്പാമ്പ് അങ്ങനെയൊക്കെയുള്ള ഐറ്റം പാമ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം, അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെ പിന്നെ അവിടുത്തെ നമ്മുടെ ഈ പെറ്റ്സിൻ്റെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവില്ല, അവരുടെ കൂടിൽ കെട്ടി തൂക്കണ അതൊക്കെ ആട്ടോ. ഇതൊക്കെ ഇങ്ങനെ കൂടുകൾ ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള ഐറ്റംസാണ്. ഇവിടെയുള്ള ഐറ്റംസൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരും കേട്ടോ അവർ. അത് പാമ്പ്, പിന്നെ ഈ ഓന്ത് പോലത്തെ വേറെ ഐറ്റംസൊക്കെ അല്ലേ, അങ്ങനെയുള്ള സംഭവങ്ങൾ, അതുപോലെ ബേർഡ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അതിനൊന്നും പൈസയൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് എടുത്ത് ഫോട്ടോ ഒക്കെ അവരെന്നെ എടുത്ത് തരും കേട്ടോ. ഫോട്ടോ നമ്മൾ എടുക്കണം, പക്ഷെ അവരെന്നെ നമുക്ക് കയ്യിലൊക്കെ വെച്ച് തരും കേട്ടോ. ഇത് ഒരു കുരങ്ങനാന്ന് തോന്നണത്, എനിക്ക് അതിൻ്റെ പേര് സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ കുറേ ബേർഡ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ചെറിയ ഭാഗത്താണെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള തന്നെയാണ്. എല്ലാറ്റിനും അതിൻ്റെ റേറ്റും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മുയൽ, അതുപോലെ എലി, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതൊക്കെ പൂച്ചകളാണ് കേട്ടോ. പൂച്ചകൾ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം എന്താണെന്നാവും അവരൊക്കെ കൂട്ടിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ അത് വിൽക്കാനും കൂടെ ഉള്ളതാണ് കേട്ടോ. ഇത് കുഞ്ഞ് താറാകുട്ടികളാട്ടോ, ഇപ്പോൾ വിരിഞ്ഞതാ തോന്നുന്നു. മുയൽ, അതുപോലെ വെള്ള കളറിലുള്ള എലി, അങ്ങനെയുള്ള ഇതൊക്കെ കണ്ടോ, എലിയൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. കുറച്ച് ഐറ്റംസ് ആണെങ്കിലും ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ നമ്മുടെ കാടക്കോയി പറയില്ലേ, അതൊക്കെ കേട്ടോ. ഈ പാമ്പിനൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഫോട്ടോ റീൽസൊക്കെ എടുത്തിട്ടുണ്ട്, ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഷോർട്സ് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അത് ഇപ്പോൾ കണ്ടത് ആ പട്ടിക്കുട്ടികളെ വെച്ചുകൊണ്ട് ആളുകൾ കളിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ കയറാനാണ് 10 റിയാൽ കേട്ടോ.
അവിടെ പോയിട്ട് നമുക്ക് അതിറ്റകളെ കളിപ്പിക്കുക, അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ചെടികളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചെടികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇത് മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ആ കൂട്ടിലാണ് കേട്ടോ 2-3 പട്ടികളുണ്ട്, പട്ടിക്കുട്ടികളുണ്ട്. നല്ല രസമുള്ള പട്ടിക്കുട്ടികളാണ്. അവർ വെച്ചിട്ടാണ് ഫോട്ടോ ഒക്കെ എടുക്കാനും കളിപ്പിക്കാനൊക്കെ പറ്റുന്നത് കേട്ടോ. അതിനാണ് 10 റിയാലുള്ളത്. ദമാമിന്ന് നമ്മുടെ വ്ളോഗ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തായാലും ഈ കടയിൽ നിന്ന് വന്ന് കാണണം എന്നാട്ടോ എൻ്റെ അഭിപ്രായം. നല്ലൊരു ഷോപ്പാണ്. ഞങ്ങൾ ഇത്ര കാലമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് ഉള്ളത് അറിയില്ലായിരുന്നു. കാരണം അങ്ങനെ പുറത്തേക്ക് വല്ലാണ്ട് കാണിക്കില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതെന്തോ വിൽക്കാൻ വെച്ചിട്ടുള്ള ഷോപ്പാണ്, ഇങ്ങനെ എല്ലാവർക്കും പോയി കാണാമെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ അടുത്തായിട്ടാണ് നമ്മൾ അങ്ങനെ അറിഞ്ഞ് നമ്മളിത് കാണാൻ പോയത്. ഇപ്പോൾ ഇത് കണ്ടോ, മുകളിലായിട്ട് ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സും, പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ ഉള്ളത്, സാധാ നമുക്ക് പുറത്ത് വെക്കുന്ന ചെടികളുണ്ടല്ലോ അതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പ്ലാന്റ്സിനൊക്കെ ഭയങ്കര റേറ്റ് ആയിട്ടാട്ടോ എനിക്ക് തോന്നിയത്. നമ്മുടെ സാധാ ഷോപ്പിലുള്ളതിനേക്കാളും ഒത്തിരി റേറ്റ് ആയിട്ടാണ് തോന്നുന്നത്. അതുപോലെ ഒത്തിരി വെറൈറ്റി കളക്ഷനിലുള്ള ചെടികളുണ്ട്. ചെടികൾ മാത്രമല്ല, അതിൻ്റെ ചട്ടികളും വെറൈറ്റി മോഡലിലുള്ള ചട്ടികളും, പിന്നെ അതിൻ്റെ വളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ചകിരിച്ചോറ് വളം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താ പറയാന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരാൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ചേച്ചിയാണ്, അവർ ചെയ്ത് കൊടുക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അവിടെ ചോദിക്കാൻ വേണ്ടി അവിടെ സ്റ്റാഫൊന്നും ഉണ്ടായിരുന്നില്ല മുകൾ ഭാഗത്ത്. അപ്പോൾ അവർക്ക് ഒരാൾക്ക് ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല പറഞ്ഞു. അതവിടെ ഇങ്ങനെ ഓരോന്ന് അടുക്കി ഒതുക്കി വെക്കുന്ന ആളാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ പേരറിയില്ല പറഞ്ഞു കേട്ടോ. പക്ഷെ അതിന് ഭയങ്കര റേറ്റ് ആട്ടോ. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ചെടികളാത്രേ അത് ഏതൊക്കെ ഒരു വെറൈറ്റി രീതിയിൽ ചെയ്യണതാണ്. ഇതൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതാട്ടോ. നല്ല റേറ്റ് ആട്ടോ ആ ചെടികൾക്ക്. ഈ ചെടിയൊക്കെ കാണാൻ നല്ല രസമല്ലേ. ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഒറിജിനലാ. അടിപൊളിയാണ്. നല്ല റേറ്റ് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള സംഭവം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം. അതുപോലെ ബെൽ ബട്ടൺ അമർത്തി ആ ഓൾ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്ക് കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വഴി തന്നെ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരേക്ക് എല്ലാവരുടെ അടുത്തും ബായ്.